അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് 3 പ്രൊഡക്റ്റ് റിസീവ് ആയിട്ടുണ്ട്. ആ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അധികം എൻ്റെ ചാനലിൽ കൂടുതലും ഞാൻ വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് അതുപോലെ ഇതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ഞാനിത് ഈ ഒരു പ്രൊഡക്റ്റ് ഇതെല്ലാം മീഷോ എന്നാണ് കേട്ടോ. ഇന്നത്തെ മൊത്തത്തിൽ മീഷോ എന്നാണ്. അപ്പോൾ മീഷോന്ന് ഫസ്റ്റ് തന്നെ ബോക്സ് ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് അൺബോക്സ് ആക്കാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ്. ഞാനിത് ഇൻസ്റ്റയിൽ കുറേ ആയിട്ട് വിചാരിക്കണം വാങ്ങണമെന്ന്. എന്ത് നമ്മൾ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ യൂസ് ചെയ്യാൻ നോക്കണം. സ്റ്റീലാണ് ക്വാളിറ്റി, സ്റ്റീലാണ് എപ്പോഴും നല്ലത്. നമുക്കും നല്ലത് അതാണ്, കിച്ചൺ പർപ്പസിന് നല്ലത് സ്റ്റീലാണ്. അതുകൊണ്ട് സ്റ്റീൽ മാത്രം യൂസ് ആക്കുക. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീൽ പാത്രങ്ങൾ കുറഞ്ഞ വിലക്ക്, മറ്റുള്ള വിലനെയും കാട്ടി കുറഞ്ഞ വിലക്ക് കിട്ടാണ്. ബാക്കിയൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നമ്മൾ വാങ്ങുമ്പോൾ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഭയങ്കര പ്രശ്നമാണ്. ബാക്കിയുള്ളതൊക്കെ സ്റ്റീലാകുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ആകെ ഒരു 130 റുപ്യ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഇത് നമുക്ക് ഒരു മീഡിയം ടൈപ്പ് ബോക്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലത്തെ ഉടുപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ആ ഉടുപ്പ് ഞാൻ എക്സ്ചേഞ്ചിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓഫ് വെയിറ്റ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അതെങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അതാണോ പിന്നെ അതുപോലെ സർഫ് ഉടുപ്പണി വാങ്ങിച്ച ഉടുപ്പന്നാണോ നല്ലത്, അതിലേത് കളർ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുണ്ടോ രണ്ടാമത്തെ ഞാൻ വാങ്ങിയിട്ടുള്ള ഗ്രീൻ ടീ ഉണ്ടോ ഇത്. കാരണം ഇത് 20 ടീ ബാഗ് ഉണ്ട് കേട്ടോ ഒരു ബോക്സിൽ വന്നിട്ടുള്ളത്. ഇതിന് കുറഞ്ഞ റേറ്റ് ആയിട്ടുള്ളൂ. ഒരു 100 സംതിങ്ങിൻ്റെ 40 ടീ ബാഗാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 ബോക്സിൽ 20 ടീ ബാഗായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ പിക്ചറിൽ കണ്ടപ്പോൾ ഞാൻ 40 ടീ ബാഗ് എന്നൊക്കെ കണ്ടത്. പക്ഷെ കുഴപ്പമില്ല, ഗ്രീൻ ടീ അല്ലേ. പിന്നെ ഇത് ഞാൻ കുട്ടിക്ക് പർദ്ദ വാങ്ങിയതാണ്. നബിദിനമൊക്കെ ആയി തുടങ്ങിയില്ലേ, നവംബറിലായിട്ട് നബിദിനമല്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മോക്കിപ്പം തന്നെ വാങ്ങിച്ച് വെച്ചതാട്ടോ. അപ്പോൾ മോളെ മദ്രസിലൊന്നും പോണില്ല. പിന്നെ എ പിൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ഇതാണെങ്കിൽ എനിക്കൊരു പൊട്ടത്തരം കാണിച്ചതാണ്. ഇത് ഞാൻ 2 ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് ടോട്ടൽ എമൗണ്ട് കയറിപ്പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. പ്രീപെയ്ഡാണ് മീഷോ എന്നാണ്. ഇപ്പോൾ മീഷോ മൊത്തം പ്രീപെയ്ഡ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടേ ഒരു സാധനം അയക്കുള്ളൂ. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അത് ഒരു റിജക്റ്റ് ആക്കുക ചെയ്യുന്നത്. ആ സ്പീഡ് തന്നെ റിജക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത ശേഷം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു ടൈഗറിൻ്റെ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പർദ്ദയാണ് കേട്ടോ. ഇതിനൊക്കെ പിക്ചർ ഞാൻ ലാസ്റ്റ് കൊടുക്കും. അതൊക്കെ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ പിക്ചർ നല്ല ക്വാളിറ്റി ഉണ്ടോ പർദ്ദക്ക്. പക്ഷേ 200-ക്കൊക്കെ കുട്ടികൾക്ക് പർദ്ദ ഇട്ടാന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമല്ല. അത് കിട്ടുമെന്ന് ഒരിക്കലും അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അതിൻ്റെയൊക്കെ പിക്ചർ കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പർദ്ദേൻ്റെ ഒരു പിക്ചർ വന്നിട്ടുള്ള. നല്ല രസമല്ലേ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ പർദ്ദ. അങ്ങനെ ഇതന്നെ വേണം ഒക്കെ. ടൈഗറിൻ്റെ പർദ്ദ തന്നെ വേണം. ഞാൻ ബ്ലാക്കൊക്കെ നോക്കി. അപ്പോൾ പിന്നെ ടൈഗറിൻ്റെ പർദ്ദയാണ് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമായി തോന്നിയത്. അപ്പോൾ ഇതൊരു ട്രെൻഡ് പോവുമല്ലോ, അങ്ങനെയാണ് അത് ചൂസ് ചെയ്തത്. പിന്നെ ഇത് നമ്മളെ ഗ്രീൻ ടീൻ്റെ പിക്ചറൊന്നും പിന്നെ ഞങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. പിന്നെ ഇതാ ഗ്രീൻ ടീയിൽ 20 ടീ ബാഗാണ് കേട്ടോ ഒന്നിലുള്ളത്. പക്ഷെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. പിന്നെ അടുത്തതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റെയിൻലെസ്സിൻ്റെ കട്ടർ വന്നിട്ടുള്ളത്. മറ്റേ ചുരണ്ടണ ടൈപ്പ് കട്ടർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ വിട്ടു തരാം. പിന്നെ അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നാളെ വരുന്ന സാധനങ്ങൾ നാളെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ് ഇട്ടാ. ഇതിലൊരു റാപ്പ് കവറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഒഴിവാക്കി. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ എന്താ പറയുക ഓരോ കവേഴ്സ് അതിൻ്റെ ഉള്ളിലത്തെ. ഇതിൻ്റെ ഉള്ളിലൊരു ചായപ്പൊടിൻ്റെ ഒരു നൂല് വെച്ചിട്ടുള്ള ഓരോ ഇതുണ്ട്. പിന്നെ അതിൽ ക്വാണ്ടിറ്റിയും പിന്നെ ഇത് എത്ര ടൈം വെള്ളം തിളപ്പിക്കണം, എങ്ങനെ പൊടി ഇടണം അതിൻ്റെയൊക്കെ ഒരു പ്രിപ്പറേഷനോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അത് നിങ്ങൾ കണ്ടോക്കി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ എന്താ വെച്ചാൽ വീഡിയോ ആഡ് ചെയ്യാൻ മറന്നാണ് ലാസ്റ്റ്. അതുകൊണ്ട് ലാസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കേട്ടോ കണ്ടപ്പോൾ.